എഡ്യൂകസ്റ്റ് അക്കാദമിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കേരള PSCയുടെ ഔദ്യോഗിക പ്രസിദ്ധീകരണമായ PSC ബുള്ളറ്റിൻ നിമിടത്തിലുള്ള GK ചോദ്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ. ചോദ്യങ്ങളിലേക്ക് കടക്കാം. ഏത് വ്യക്തിയാണ് ആദ്യമായി ഹൃദയമാറ്റ ശസ്ത്രക്രിയയിലൂടെ ഹൃദയം സ്വീകരിച്ചത്? ഏത് വ്യക്തിയാണ് ആദ്യമായി ഹൃദയമാറ്റ ശസ്ത്രക്രിയയിലൂടെ ഹൃദയം സ്വീകരിച്ചത്? ലൂയിസ് വാഷ്കാൻസ്കി. ലൂയിസ് വാഷ്കാൻസ്കിയാണ് ആദ്യമായി ഹൃദയമാറ്റ ശസ്ത്രക്രിയയിലൂടെ ഹൃദയം സ്വീകരിച്ചത്. ഒരു മൈൽ എത്ര അടിയാണ്? ഒരു മൈൽ എത്ര അടിയാണ്? 5280 അടി. ഒരു മൈൽ 5280 അടിയാണ്. ഒരു ടെസ്റ്റ് മാച്ചിൽ 10 വിക്കറ്റ് എടുത്ത ആദ്യ ക്രിക്കറ്റർ. ഒരു ടെസ്റ്റ് മാച്ചിൽ 10 വിക്കറ്റ് എടുത്ത ആദ്യ ക്രിക്കറ്റർ ജിം ലേക്കർ. ജിം ലേക്കറാണ് ഒരു ടെസ്റ്റ് മാച്ചിൽ 10 വിക്കറ്റ് എടുത്ത ആദ്യ ക്രിക്കറ്റർ. ഒരു ടെസ്റ്റ് മാച്ചിൽ 10 വിക്കറ്റ് എടുത്ത ആദ്യ ഇന്ത്യൻ ക്രിക്കറ്റർ. ഒരു ടെസ്റ്റ് മാച്ചിൽ 10 വിക്കറ്റ് എടുത്ത ആദ്യ ഇന്ത്യൻ ക്രിക്കറ്റർ അനിൽ കുംബ്ലെ. അനിൽ കുംബ്ലെയാണ് ഒരു ടെസ്റ്റ് മാച്ചിൽ 10 വിക്കറ്റ് എടുത്ത ആദ്യ ഇന്ത്യൻ ക്രിക്കറ്റർ. ഷാജഹാൻ്റെ മൂത്തപുത്രൻ. ഷാജഹാൻ്റെ മൂത്തപുത്രൻ ദാര. ദാരയാണ് ഷാജഹാൻ്റെ മൂത്തപുത്രൻ. സമുദ്രനിരപ്പിൽ നിന്നുമുള്ള ഉയരം കണക്കാക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം. സമുദ്രനിരപ്പിൽ നിന്നുമുള്ള ഉയരം കണക്കാക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ആൾട്ടിമീറ്റർ. ആൾട്ടിമീറ്ററാണ് സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരം കണക്കാക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം. ഗാന്ധിയും ഗോഡ്സെയും എന്ന കവിത രചിച്ചത്. ഗാന്ധിയും ഗോഡ്സെയും എന്ന കവിത രചിച്ചത് NV കൃഷ്ണവാര്യർ. NV കൃഷ്ണവാര്യരാണ് ഗാന്ധിയും ഗോഡ്സെയും എന്ന കവിത രചിച്ചത്. ഗാന്ധിജിയെ മഹാത്മാ എന്ന് ആദ്യമായി സംബോധന ചെയ്തത്. ഗാന്ധിജിയെ മഹാത്മാ എന്ന് ആദ്യമായി സംബോധന ചെയ്തത് ടാഗോർ. ടാഗോറാണ് ഗാന്ധിജിയെ മഹാത്മാ എന്ന് ആദ്യമായി സംബോധന ചെയ്തത്. ഗാന്ധി മെമ്മോറിയൽ എവിടെയാണ്? ഗാന്ധി മെമ്മോറിയൽ എവിടെയാണ്? കന്യാകുമാരി. കന്യാകുമാരിയിലാണ് ഗാന്ധി മെമ്മോറിയൽ സ്ഥിതി ചെയ്യുന്നത്. സാരേ ജഹാംസെ അച്ഛ എന്ന ഗാനത്തിന് സംഗീതം നൽകിയത്. സാരേ ജഹാംസെ അച്ഛ എന്ന ഗാനത്തിന് സംഗീതം നൽകിയത് പണ്ഡിറ്റ് രവിശങ്കർ. പണ്ഡിറ്റ് രവിശങ്കറാണ് സാരേ ജഹാംസെ അച്ഛ എന്ന ഗാനത്തിന് സംഗീതം നൽകിയത്. സാംബസി നദി ഏത് സമുദ്രത്തിലാണ് പതിക്കുന്നത്? സാംബസി നദി ഏത് സമുദ്രത്തിലാണ് പതിക്കുന്നത്? ഇന്ത്യൻ മഹാസമുദ്രം. ഇന്ത്യൻ മഹാസമുദ്രത്തിലാണ് സാംബസി നദി പതിക്കുന്നത്. സാംബാജിയുടെ പിൻഗാമി. സാംബാജിയുടെ പിൻഗാമി രാജാറാം. രാജാറാമാണ് സാംബാജിയുടെ പിൻഗാമി. സാംബിയയുടെ സ്വാതന്ത്ര്യ സമരം നയിച്ചത്. സാംബിയയുടെ സ്വാതന്ത്ര്യ സമരം നയിച്ചത് കെനത്ത് കൗണ്ട. കെനത്ത് കൗണ്ടയാണ് സാംബിയയുടെ സ്വാതന്ത്ര്യ സമരം നയിച്ചത്. സാഖ്യദർശനത്തിൻ്റെ വക്താവ്. സാഖ്യദർശനത്തിൻ്റെ വക്താവ് കപിലൻ. കപിലനാണ് സാഖ്യദർശനത്തിൻ്റെ വക്താവ്. സിക്കിമിലെ പ്രധാനപ്പെട്ട നദി. സിക്കിമിലെ പ്രധാനപ്പെട്ട നദി ടീസ്റ്റ. ടീസ്റ്റ നദിയാണ് സിക്കിമിലെ പ്രധാനപ്പെട്ട നദി. സൂയസ് കനാൽ ആഫ്രിക്കയെ ഏത് വൻകരയിൽ നിന്നാണ് വേർപെടുത്തുന്നത്? സൂയസ് കനാൽ ആഫ്രിക്കയെ ഏത് വൻകരയിൽ നിന്നാണ് വേർപെടുത്തുന്നത്? ഏഷ്യ. സൂയസ് കനാൽ ആഫ്രിക്കയെ ഏഷ്യ വൻകരയിൽ നിന്നാണ് വേർപെടുത്തുന്നത്. സൂര്യനിൽ നിന്നുള്ള അകലമനുസരിച്ച് ഭൂമിയുടെ സ്ഥാനം എത്ര? സൂര്യനിൽ നിന്നുള്ള അകലമനുസരിച്ച് ഭൂമിയുടെ സ്ഥാനം 3 സൂര്യനിൽ നിന്നുള്ള അകലമനുസരിച്ച് ഭൂമിയുടെ സ്ഥാനം 3. സംസ്ഥാന ഉന്നത വിദ്യാഭ്യാസ കൗൺസിലിൻ്റെ വിസിറ്റർ പദവി അലങ്കരിക്കുന്നത്. സംസ്ഥാന ഉന്നത വിദ്യാഭ്യാസ കൗൺസിലിൻ്റെ വിസിറ്റർ പദവി അലങ്കരിക്കുന്നത് മുഖ്യമന്ത്രി. മുഖ്യമന്ത്രിയാണ് സംസ്ഥാന ഉന്നത വിദ്യാഭ്യാസ കൗൺസിലിൻ്റെ വിസിറ്റർ പദവി അലങ്കരിക്കുന്നത്. സംസ്ഥാനത്തിൻ്റെ നിർവഹണാധികാരം ആരിലാണ് നിക്ഷിപ്തമായിരിക്കുന്നത്? സംസ്ഥാനത്തിൻ്റെ നിർവഹണാധികാരം ആരിലാണ് നിക്ഷിപ്തമായിരിക്കുന്നത്? ഗവർണർ. സംസ്ഥാനത്തിൻ്റെ നിർവഹണാധികാരം ഗവർണറിലാണ് നിക്ഷിപ്തമായിരിക്കുന്നത്. സ്വതന്ത്ര ഇന്ത്യയിൽ കോൺഗ്രസ് അധ്യക്ഷയായ രണ്ടാമത്തെ വനിത. സ്വതന്ത്ര ഇന്ത്യയിൽ കോൺഗ്രസ് അധ്യക്ഷയായ രണ്ടാമത്തെ വനിത സോണിയാഗാന്ധി. സോണിയാഗാന്ധിയാണ് സ്വതന്ത്ര ഇന്ത്യയിൽ കോൺഗ്രസ് അധ്യക്ഷയായ രണ്ടാമത്തെ വനിത. ഹാർഡ് കോൾ എന്നറിയപ്പെടുന്ന കൽക്കരി ഇനം. ഹാർഡ് കോൾ എന്നറിയപ്പെടുന്ന കൽക്കരി ഇനം ആന്ത്രാസൈറ്റ്. ആന്ത്രാസൈറ്റാണ് ഹാർഡ് കോൾ എന്നറിയപ്പെടുന്ന കൽക്കരി ഇനം. ജെറുസലേമിലെ ജൂത ദേവാലയം റോമാക്കാർ നശിപ്പിച്ചത് മൂലം യഹൂദർ കേരളത്തിൽ വന്ന വർഷം. ജെറുസലേമിലെ ജൂത ദേവാലയം റോമാക്കാർ നശിപ്പിച്ചത് മൂലം യഹൂദർ കേരളത്തിൽ വന്ന വർഷം AD 68. ജെറുസലേമിലെ ജൂത ദേവാലയം റോമാക്കാർ നശിപ്പിച്ചതിനെ തുടർന്ന് യഹൂദർ കേരളത്തിൽ വന്നത് AD 68. ചലം നദിയുടെ പ്രാചീന നാമം.
ഝലം നദിയുടെ പ്രാചീന നാമം വിദാസ്ത. ഝലം നദിയുടെ പ്രാചീന നാമം വിദാസ്ത എന്നാണ്. ഹീലിയം കണ്ടുപിടിച്ചത് വില്യം റാംസെ. വില്യം റാംസെയാണ് ഹീലിയം കണ്ടുപിടിച്ചത്. ഹീലിയം, നിയോൺ, ആർഗൺ, ക്രിപ്റ്റോൺ, സിനോൺ, റാഡോൺ എന്നിവയ്ക്ക് പൊതുവായി പറയുന്ന പേര്. ഹീലിയം, നിയോൺ, ആർഗൺ, ക്രിപ്റ്റോൺ, സിനോൺ, റാഡോൺ എന്നിവയ്ക്ക് പൊതുവായി പറയുന്ന പേര് അപൂർവ വാതകങ്ങൾ, നോബിൾ വാതകങ്ങൾ അല്ലെങ്കിൽ അപൂർവ വാതകങ്ങൾ എന്നാണ് ഹീലിയം, നിയോൺ, ആർഗൺ, ക്രിപ്റ്റോൺ, സിനോൺ, റാഡോൺ എന്നിവയ്ക്ക് പൊതുവായി പറയുന്ന പേര്. ഹീമോഫീലിയയുടെ പ്രധാന ലക്ഷണം രക്തം കട്ടപിടിക്കാതിരിക്കൽ. രക്തം കട്ടപിടിക്കാതിരിക്കലാണ് ഹീമോഫീലിയയുടെ പ്രധാന ലക്ഷണം. ഹുട്ടി സ്വർണ്ണഖനി ഏത് സംസ്ഥാനത്താണ്? കർണാടകയിലാണ് ഹുട്ടി സ്വർണ്ണഖനി സ്ഥിതി ചെയ്യുന്നത്. ഹുമയൂൺ നാമം രചിച്ചത് ഗുൽബദൻ ബീഗം. ബാബറുടെ മകളായ ഗുൽബദൻ ബീഗമാണ് ഹുമയൂൺ നാമ രചിച്ചത്. ഹുമയൂൺ അന്തരിച്ചത് എപ്പോൾ? 1556 ജനുവരി 24. 1556 ജനുവരി 24 ഹുമയൂൺ അന്തരിച്ചത്. ചരകൻ ഏത് നിലയിലാണ് പ്രസിദ്ധനായിരുന്നത്? ബിഷഗുരൻ എന്ന നിലയിലാണ് ചരകൻ പ്രസിദ്ധനായിരുന്നത്. ജരിയ ഖനിയിൽ നിന്ന് ലഭിക്കുന്ന ധാതു കൽക്കരി. ജ്വാലാമുഖി ഏത് സംസ്ഥാനത്തെ തീർത്ഥാടന കേന്ദ്രമാണ്? ഹിമാചൽ പ്രദേശിലെ തീർത്ഥാടന കേന്ദ്രമാണ് ജ്വാലാമുഖി. ജലത്തിനടിയിൽ സൂക്ഷിച്ചു വെക്കുന്ന മൂലകം വെള്ള ഫോസ്ഫറസ് ആണ് ജലത്തിനടിയിൽ സൂക്ഷിച്ചു വെക്കുന്ന മൂലകം. പെയിന്റിൻ്റെ പ്രാഥമിക നിറങ്ങൾ നീല, മഞ്ഞ, ചുവപ്പ് എന്നിവയാണ് പെയിന്റിൻ്റെ പ്രാഥമിക വർണ്ണങ്ങൾ. ലെഡ് പെൻസിൽ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന പദാർത്ഥം ഗ്രാഫൈറ്റ് ആണ് ലെഡ് പെൻസിൽ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന പദാർത്ഥം. ഐ ഫോളോ ദി മഹാത്മ രചിച്ചത് കെ.എം. മുൻഷിയാണ് ഐ ഫോളോ ദി മഹാത്മ രചിച്ചത്. INAയുടെ വനിതാ റെജിമെൻറ്റിനെ നയിച്ചത് ക്യാപ്റ്റൻ ലക്ഷ്മിയാണ് INAയുടെ വനിതാ റെജിമെൻറ്റിനെ നയിച്ചത്. ഐഹോൾ ശാസനവുമായി ബന്ധപ്പെട്ട പണ്ഡിതൻ രവികീർത്തിയാണ് ഐഹോൾ ശാസനവുമായി ബന്ധപ്പെട്ട പണ്ഡിതൻ. വെങ്കിടേശ്വര ക്ഷേത്രം എവിടെയാണ്? തിരുപ്പതിയിലാണ് വെങ്കിടേശ്വര ക്ഷേത്രം. കൊങ്കൺ റെയിൽവേ ബന്ധപ്പെടുത്തുന്ന സ്ഥലങ്ങൾ മംഗലാപുരവും മുംബൈയുമാണ് കൊങ്കൺ റെയിൽവേ ബന്ധപ്പെടുത്തുന്ന സ്ഥലങ്ങൾ. സെൻറ്റ് തോമസ് ഇന്ത്യയിൽ വന്ന വർഷം AD 52. AD 52 സെൻറ്റ് തോമസ് ഇന്ത്യയിൽ വന്നത്. വൈരുദ്ധ്യങ്ങളുടെ സങ്കലനം എന്നറിയപ്പെട്ട തുഗ്ലക് സുൽത്താൻ മുഹമ്മദ് ബിൻ തുഗ്ലക്കാണ് വൈരുദ്ധ്യങ്ങളുടെ സങ്കലനം എന്നറിയപ്പെട്ട തുഗ്ലക് സുൽത്താൻ. നോക്കൌട്ട് ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ബോക്സിംഗ് കായിക ഇനവുമായിട്ടാണ് നോക്കൌട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത്. പേരിൻ്റെ ഉത്ഭവത്തിന് ഗ്രീക്ക് റോമൻ പുരാണങ്ങളുമായി ബന്ധമില്ലാത്ത ഗ്രഹം ഭൂമിയുടെ പേരിൻ്റെ ഉത്ഭവത്തിനാണ് ഗ്രീക്ക് റോമൻ പുരാണങ്ങളുമായി ബന്ധമില്ലാത്തത്. പോങ് അണക്കെട്ട് ഏത് നദിയിലാണ്? ബിയാസ് നദിയിലാണ് പോങ് അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത്. ഫോർമുല 1 കാരോട്ട മത്സരത്തിൽ മത്സരിക്കാൻ അർഹനായ ആദ്യത്തെ ഇന്ത്യക്കാരൻ നാരായൺ കാർത്തികേയനാണ് ഫോർമുല 1 കാരോട്ട മത്സരത്തിൽ മത്സരിക്കാൻ അർഹനായ ആദ്യത്തെ ഇന്ത്യക്കാരൻ. ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ച ആദ്യത്തെ ഇന്ത്യൻ ഭാഷ തമിഴ്.
തമിഴാണ് ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ച ആദ്യത്തെ ഇന്ത്യൻ ഭാഷ. ഗ്രേ വിപ്ലവം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഗ്രേ വിപ്ലവം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സിമൻ്റ് ഉൽപ്പാദനം. സിമൻ്റ് ഉൽപ്പാദനവുമായിട്ടാണ് ഗ്രേ വിപ്ലവം ബന്ധപ്പെട്ടിരിക്കുന്നത്. ഗ്രേറ്റ് ബാത്ത് മഹാസ്നാനഘട്ടം എവിടെയാണ് കണ്ടെത്തിയത്? ഗ്രേറ്റ് ബാത്ത് എവിടെയാണ് കണ്ടെത്തിയത്? മോഹൻജൊദാരോ. മോഹൻജൊദാരോയിലാണ് ഗ്രേറ്റ് ബാത്ത് അല്ലെങ്കിൽ മഹാസ്നാനഘട്ടം കണ്ടെത്തിയത്. ഗ്രേറ്റ് സ്ലേവ് തടാകം ഏത് രാജ്യത്താണ്? ഗ്രേറ്റ് സ്ലേവ് തടാകം ഏത് രാജ്യത്താണ്? കാനഡ. കാനഡയിലാണ് ഗ്രേറ്റ് സ്ലേവ് തടാകം സ്ഥിതി ചെയ്യുന്നത്. ക്ലോണിങ്ങിലൂടെ സൃഷ്ടിക്കപ്പെട്ട ആദ്യ പശു. ക്ലോണിങ്ങിലൂടെ സൃഷ്ടിക്കപ്പെട്ട ആദ്യ പശു വിക്ടോറിയ. വിക്ടോറിയ എന്ന പശുവാണ് ക്ലോണിങ്ങിലൂടെ സൃഷ്ടിക്കപ്പെട്ട ആദ്യ പശു. രോഗപ്രതിരോധ ശാസ്ത്രത്തിൻ്റെ പിതാവ്. രോഗപ്രതിരോധ ശാസ്ത്രത്തിൻ്റെ പിതാവ് എഡ്വേർഡ് ജെന്നർ. എഡ്വേർഡ് ജെന്നറാണ് രോഗപ്രതിരോധ ശാസ്ത്രത്തിൻ്റെ പിതാവ്. രോഗപ്രതിരോധ ശേഷി നൽകുന്ന രക്താണു. രോഗപ്രതിരോധ ശേഷി നൽകുന്ന രക്താണു വെളുത്ത രക്താണു. വെളുത്ത രക്താണുവാണ് രോഗപ്രതിരോധ ശേഷി നൽകുന്ന രക്താണു. റോബിൻസൺ ക്രൂസോ എന്ന കഥാപാത്രത്തെ സൃഷ്ടിച്ചത്. റോബിൻസൺ ക്രൂസോ എന്ന കഥാപാത്രത്തെ സൃഷ്ടിച്ചത് ഡാനിയൽ ഡീഫോ. ഡാനിയൽ ഡീഫോയാണ് റോബിൻസൺ ക്രൂസോ എന്ന കഥാപാത്രത്തെ സൃഷ്ടിച്ചത്. റോക്ക് കോട്ടൺ എന്നറിയപ്പെടുന്നത്. റോക്ക് കോട്ടൺ എന്നറിയപ്പെടുന്നത് ആസ്ബറ്റോസ്. ആസ്ബറ്റോസ് ആണ് റോക്ക് കോട്ടൺ എന്നറിയപ്പെടുന്നത്. റോട്ടറി ഇൻ്റർനാഷണൽ സ്ഥാപിച്ചത്. റോട്ടറി ഇൻ്റർനാഷണൽ സ്ഥാപിച്ചത് പോൾ ഹാരിസ്. പോൾ ഹാരിസ് ആണ് റോട്ടറി ഇൻ്റർനാഷണൽ സ്ഥാപിച്ചത്. റോമൻ പുരാണത്തിലെ സന്ദേശവാഹകനായ ദേവൻ. റോമൻ പുരാണത്തിലെ സന്ദേശവാഹകനായ ദേവൻ മെർക്കുറി. മെർക്കുറിയാണ് റോമൻ പുരാണത്തിലെ സന്ദേശവാഹകനായ ദേവൻ. റോമൻ പുരാണങ്ങളിൽ ദൈവങ്ങളുടെ രാജാവ്. റോമൻ പുരാണങ്ങളിൽ ദൈവങ്ങളുടെ രാജാവ് ജൂപ്പിറ്റർ. ജൂപ്പിറ്ററാണ് റോമൻ പുരാണങ്ങളിൽ ദൈവങ്ങളുടെ രാജാവ്. റോമൻ കത്തോലിക്കർ ഏറ്റവും കൂടുതലുള്ള രാജ്യം. റോമൻ കത്തോലിക്കർ ഏറ്റവും കൂടുതലുള്ള രാജ്യം ബ്രസീൽ. ബ്രസീലിലാണ് റോമൻ കത്തോലിക്കർ ഏറ്റവും കൂടുതലുള്ളത്. റോമിലെ ചരിത്രപ്രസിദ്ധമായ തീപിടുത്തമുണ്ടായ വർഷം. റോമിലെ ചരിത്രപ്രസിദ്ധമായ തീപിടുത്തമുണ്ടായ വർഷം AD 64. AD 64 റോമിലെ ചരിത്രപ്രസിദ്ധമായ തീപിടുത്തം ഉണ്ടായത്. റോയൽ ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ സ്ഥാപിച്ചത്. റോയൽ ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ സ്ഥാപിച്ചത് വാറൻ ഹേസ്റ്റിങ്സ്. വാറൻ ഹേസ്റ്റിങ്സ് ആണ് റോയൽ ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ സ്ഥാപിച്ചത്. റോയിട്ടർ ഏത് രാജ്യത്തെ ന്യൂസ് ഏജൻസിയാണ്? റോയിട്ടർ ഏത് രാജ്യത്തെ ന്യൂസ് ഏജൻസിയാണ്? ബ്രിട്ടൻ. ബ്രിട്ടനിലെ ന്യൂസ് ഏജൻസിയാണ് റോയിട്ടർ. റോളണ്ട് ഗാരോ എന്നത് എന്തിൻ്റെ പേര്? റോളണ്ട് ഗാരോ എന്നത് എന്തിൻ്റെ പേരാണ്? ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസ് കളിസ്ഥലം. ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസ് കളിസ്ഥലത്തിൻ്റെ പേരാണ് റോളണ്ട് ഗാരോ എന്നത്. ലോക വനിതാ ദിനം. ലോക വനിതാ ദിനം മാർച്ച് 8. മാർച്ച് 8 ലോക വനിതാ ദിനം. ലോക വ്യാപാര കരാറിൻ്റെ ശില്പി. ലോക വ്യാപാര കരാറിൻ്റെ ശില്പി ആർതർ ഡങ്കൽ. ആർതർ ഡങ്കലാണ് ലോക വ്യാപാര കരാറിൻ്റെ ശില്പി. ലോക വ്യാപാര സംഘടന മുമ്പ് ഏത് പേരിലാണ് അറിയപ്പെട്ടിരുന്നത്? ലോക വ്യാപാര സംഘടന മുമ്പ് ഏത് പേരിലാണ് അറിയപ്പെട്ടിരുന്നത്? ഗാട്ട്. ഗാട്ട് എന്ന പേരിലാണ് ലോക വ്യാപാര സംഘടന മുമ്പ് അറിയപ്പെട്ടിരുന്നത്. ലോഹിത് ഏത് നദിയുടെ പോഷക നദിയാണ്? ലോഹിത് ഏത് നദിയുടെ പോഷക നദിയാണ്? ബ്രഹ്മപുത്ര. ബ്രഹ്മപുത്ര നദിയുടെ പോഷക നദിയാണ് ലോഹിത്. കേരള നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്ന് വിശേഷിപ്പിക്കപ്പെട്ടത്. കേരള നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്ന് വിശേഷിപ്പിക്കപ്പെട്ടത് ശ്രീനാരായണ ഗുരു. ശ്രീനാരായണ ഗുരുവാണ് കേരള നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്ന് വിശേഷിപ്പിക്കപ്പെട്ടത്. കേരള പത്രിക ദിനപത്രം ആരംഭിച്ചത്. കേരള പത്രിക ദിനപത്രം ആരംഭിച്ചത് ചെങ്കുളത്ത് വലിയ കുഞ്ഞിരാമൻ നായർ. ചെങ്കുളത്ത് വലിയ കുഞ്ഞിരാമൻ നായരാണ് കേരള പത്രിക ദിനപത്രം ആരംഭിച്ചത്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സുഗന്ധവ്യഞ്ജനം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സുഗന്ധവ്യഞ്ജനം കുരുമുളക്. കുരുമുളകാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സുഗന്ധവ്യഞ്ജനം. കേരള സർവകലാശാലയിൽ നിന്ന് സംഗീതത്തിൽ ആദ്യമായി ഡോക്ടറേറ്റ് നേടിയത്. കേരള സർവകലാശാലയിൽ നിന്ന് സംഗീതത്തിൽ ആദ്യമായി ഡോക്ടറേറ്റ് നേടിയത് CK രേവമ്മ. CK രേവമ്മയാണ്
കേരള സർവകലാശാലയിൽ നിന്ന് സംഗീതത്തിലാദ്യമായി ഡോക്ടറേറ്റ് നേടിയത്? കേരള ഗവർണർ പദം വഹിച്ച ശേഷം രാഷ്ട്രപതിയായത്? കേരള ഗവർണർ പദം വഹിച്ച ശേഷം രാഷ്ട്രപതിയായത് വി ഗിരി. വി ഗിരിയാണ് കേരള ഗവർണർ പദം വഹിച്ച ശേഷം രാഷ്ട്രപതിയായത്. കേരള ഗവർണറായ ഏക മലയാളി? കേരള ഗവർണറായ ഏക മലയാളി വി വിശ്വനാഥൻ. വി വിശ്വനാഥനാണ് കേരള ഗവർണറായ ഏക മലയാളി. കേരള സാഹിത്യ അക്കാദമി സ്ഥാപിതമായ വർഷം? കേരള സാഹിത്യ അക്കാദമി സ്ഥാപിതമായ വർഷം 1956. 1956 കേരള സാഹിത്യ അക്കാദമി സ്ഥാപിതമായത്. ഹാരപ്പ കണ്ടെത്തിയ വർഷം? ഹാരപ്പ കണ്ടെത്തിയ വർഷം 1921. 1921 ഹാരപ്പ കണ്ടെത്തിയത്. ഹാരപ്പ സംസ്കാരം നിലനിന്നിരുന്ന നദീതടം? ഹാരപ്പ സംസ്കാരം നിലനിന്നിരുന്ന നദീതടം സിന്ധു. സിന്ധുവാണ് ഹാരപ്പ സംസ്കാരം നിലനിന്നിരുന്ന നദീതടം. ഹാരപ്പ സംസ്കാരം കണ്ടെത്തിയ പുരാവസ്തു ഗവേഷകൻ? ഹാരപ്പ സംസ്കാരം കണ്ടെത്തിയ പുരാവസ്തു ഗവേഷകൻ ജോൺ മാർഷൽ. ജോൺ മാർഷലാണ് ഹാരപ്പ സംസ്കാരം കണ്ടെത്തിയ പുരാവസ്തു ഗവേഷകൻ. കേരള സാഹിത്യ അക്കാദമിയുടെ പ്രഥമ ഉപാധ്യക്ഷൻ? കേരള സാഹിത്യ അക്കാദമിയുടെ പ്രഥമ ഉപാധ്യക്ഷൻ വള്ളത്തോൾ നാരായണ മേനോൻ. വള്ളത്തോൾ നാരായണ മേനോനാണ് കേരള സാഹിത്യ അക്കാദമിയുടെ പ്രഥമ ഉപാധ്യക്ഷൻ. കേരളത്തിൽ മുഖ്യമന്ത്രി, ഉപമുഖ്യമന്ത്രി, സ്പീക്കർ, ലോക്സഭാംഗം തുടങ്ങിയ പദവികൾ വഹിച്ച ഏക വ്യക്തി? കേരളത്തിൽ മുഖ്യമന്ത്രി, ഉപമുഖ്യമന്ത്രി, സ്പീക്കർ, ലോക്സഭാംഗം തുടങ്ങിയ പദവികൾ വഹിച്ച ഏക വ്യക്തി CH മുഹമ്മദ് കോയ. CH മുഹമ്മദ് കോയയാണ് കേരളത്തിൽ മുഖ്യമന്ത്രി, ഉപമുഖ്യമന്ത്രി, സ്പീക്കർ, ലോക്സഭാംഗം തുടങ്ങിയ പദവികൾ വഹിച്ച ഏക വ്യക്തി. കേരളത്തിൽ വായനാ വാരമായി ആഘോഷിക്കുന്നത്? കേരളത്തിൽ വായനാ വാരമായി ആഘോഷിക്കുന്നത് ജൂൺ 19 മുതൽ 25 വരെ. ജൂൺ 19 മുതൽ 25 വരെയാണ് കേരളത്തിൽ വായനാ വാരമായി ആഘോഷിക്കുന്നത്. കേരളത്തിൽ രണ്ടാമത്തെ തിരഞ്ഞെടുപ്പ് നടന്ന വർഷം? കേരളത്തിൽ രണ്ടാമത്തെ തിരഞ്ഞെടുപ്പ് നടന്ന വർഷം 1960. 1960 കേരളത്തിൽ രണ്ടാമത്തെ തിരഞ്ഞെടുപ്പ് നടന്നത്. കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹത്തിൻ്റെ പ്രധാന വേദിയായിരുന്നത്? കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹത്തിൻ്റെ പ്രധാന വേദിയായിരുന്നത് പയ്യന്നൂർ. പയ്യന്നൂറായിരുന്നു കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹത്തിൻ്റെ പ്രധാന വേദിയായിരുന്നത്. കേരളത്തിൽ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന പട്ടണം? കേരളത്തിൽ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന പട്ടണം മൂന്നാർ. മൂന്നാറാണ് കേരളത്തിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന പട്ടണം. കേരളത്തിൽ ഏറ്റവും കുറച്ചു കാലം MLA ആയിരുന്നത്? കേരളത്തിൽ ഏറ്റവും കുറച്ചു കാലം MLA ആയിരുന്നത് C. ഹരിദാസ്. C. ഹരിദാസാണ് കേരളത്തിൽ ഏറ്റവും കുറച്ചു കാലം MLA ആയിരുന്നത്. കേരളത്തിൽ ഏറ്റവും കുറച്ച് കടലോരമുള്ള ജില്ല? കേരളത്തിൽ ഏറ്റവും കുറച്ച് കടലോരമുള്ള ജില്ല കൊല്ലം. കൊല്ലം ജില്ലയാണ് കേരളത്തിൽ ഏറ്റവും കുറച്ച് കടലോരമുള്ള ജില്ല. കേരളത്തിൽ ഏറ്റവും കൂടുതൽ പ്രാവശ്യം മുഖ്യമന്ത്രിയായിരുന്നത്? കേരളത്തിൽ ഏറ്റവും കൂടുതൽ പ്രാവശ്യം മുഖ്യമന്ത്രിയായിരുന്നത് K. കരുണാകരൻ. K. കരുണാകരനാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ പ്രാവശ്യം മുഖ്യമന്ത്രിയായിരുന്നത്. ഇത്രയുമാണ് ചോദ്യങ്ങൾ. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.